ഈ വീഡിയോയിൽ പതിവിൽ നിന്ന് വിപരീതമായി ഓഹരി വിപണിയിൽ നിന്നും വ്യതിചലിച്ച് ഇപ്പോഴത്തെ ട്രെൻഡിംഗ് നിക്ഷേപമായ ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് നിക്ഷേപകർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം നല്ലൊരു ഭാഗം നിക്ഷേപകരും ഓഹരി വിപണിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഇടിവ് കാരണം തങ്ങളുടെ നിക്ഷേപം ക്രിപ്റ്റോയിലേക്ക് മാറ്റുന്നതായി അറിയാൻ കഴിയുന്നു. സുരക്ഷയ്ക്കായി ക്രിപ്റ്റോഗ്രഫി ഉപയോഗിക്കുന്നതും ഒരു സെൻട്രൽ ബാങ്കിൽ നിന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതുമായ ഡിജിറ്റൽ അല്ലെങ്കിൽ വെർച്വൽ കറൻസികളെയാണ് ക്രിപ്റ്റോ കറൻസികൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ബിറ്റ്കോയിൻ, ഈതേറിയം കൂടാതെ മറ്റു പലതും ഇവയിൽ ഉൾപ്പെടുന്നു. വീഡിയോ നീണ്ടുപോകും എന്നതിനാൽ ക്രിപ്റ്റോ നിക്ഷേപം എന്താണെന്നും മറ്റുമുള്ള കാര്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ മറ്റൊരു എപ്പിസോഡായി ചെയ്യാം എന്ന് കരുതുന്നു. ഈ കഴിഞ്ഞ ജൂലൈ 18-ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ഒന്നായ വസീറെക്സിന് കാര്യമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചതിനെ തുടർന്ന് നിക്ഷേപകരുടെ 2000 കോടി രൂപയോളം തിരിച്ചെടുക്കാനാവാതെ പെട്ടുകിടക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഇതിൽ ഇന്ത്യയിൽ സാധാരണക്കാരായ ജനങ്ങൾ മുതൽ സമ്പന്നർ വരെ പല വിഭാഗങ്ങളിൽപ്പെട്ട നിക്ഷേപകർക്കാണ് ഈ ദുരവസ്ഥയുണ്ടായിരിക്കുന്നത് എന്നത് നിക്ഷേപക ലോകം ഞെട്ടലോടെയാണ് കേട്ടത്. ദിനംപ്രതി വളർന്നു വരുന്ന ഇന്ത്യൻ ക്രിപ്റ്റോ കറൻസി വിപണിക്ക് സേവനങ്ങൾ വാഗ്ദാനം ചെയ്ത് 2018-ൽ നിശ്ചൽ ഷെട്ടി, സിദ്ധാർത്ഥ് മേനോൻ, സമീർ മാത്രേ എന്നിവർ ചേർന്ന് സ്ഥാപിച്ചതാണ് വസീറെക്സ്. അനുകൂലമായ കംപ്ലയൻസ്, റെഗുലേറ്ററി അനുകൂല നിലപാടുകൾക്കും കമ്പനി നല്ല പ്രശസ്തി നേടിയിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ AML എഫേർട്സ്, റെഗുലേറ്ററി കംപ്ലയൻസ്, മറ്റ് സാങ്കേതിക പുരോഗതി എന്നിവയെക്കുറിച്ചുള്ള സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുള്ള റിപ്പോർട്ടുകൾ ഇത് പതിവായി പ്രസിദ്ധീകരിച്ചിരുന്നു. ഇത് ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ വസീറെക്സിന് നല്ല മതിപ്പുണ്ടാക്കി. വളരെ പെട്ടെന്ന് വളർച്ചയിലേക്ക് കുതിച്ച വസീറെക്സിന് എന്താണ് ഈ കഴിഞ്ഞ ജൂലൈ 18 സുപ്രഭാതത്തിൽ സംഭവിച്ചത് എന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഭ്യന്തര ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചായ വസീറെക്സിന് ഏകദേശം അതിൻ്റെ 50% ആസ്തിയോളം ഒരു പ്രഭാതത്തിൽ അവരുടെ എക്സ്ചേഞ്ച് ഹാക്ക് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് മോഷണം പോവുകയാണുണ്ടായത്. ഇതിൻ്റെ മൂല്യം ഏകദേശം $230 മില്യൺ വരും. അതായത് ഏകദേശം 2000 കോടിയോളം രൂപയാണ് ക്രിപ്റ്റോ കറൻസിയിലെ ലാഭം പ്രതീക്ഷിച്ച് ഈ എക്സ്ചേഞ്ചിൽ നിക്ഷേപിച്ച ഏകദേശം 1.6 കോടിയോളം വരുന്ന നിക്ഷേപകരുടേതായി കുടുങ്ങിക്കിടക്കുന്നത്. ഈ സംഭവങ്ങൾക്ക് ശേഷം വസീറെക്സ് എക്സ്ചേഞ്ചിൽ ഇപ്പോൾ ട്രാൻസാക്ഷനുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. വസീറെക്സ് ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് നിലവിൽ ക്രിപ്റ്റോ കറൻസികൾ വിൽക്കാനോ പണം പിൻവലിക്കാനോ സാധിക്കുകയില്ല. ഒരുപാട് മലയാളികളുടെയും സമ്പാദ്യം ഇതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്തരമൊരു സംഭവം തടയാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും കുറ്റവാളികൾ അതിൻ്റെ പ്രധാന ട്രേഡിംഗ് വാലറ്റുകളിൽ നിന്ന് മോഷ്ടിച്ചു. ക്രിപ്റ്റോ കറൻസി വ്യവസായത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യക്കുള്ളിൽ ഈ സംഭവത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇതിനെക്കുറിച്ച് ടെക്നിക്കലായി വിവരിക്കുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകുമെന്നതിനാൽ ചുരുക്കി പറയാം. വസീറെക്സ് അറിയിച്ചത് പ്രകാരം അതിൻ്റെ ഈതേറിയം ഹോട്ട് വാലറ്റിലൂടെയാണ് അതിവിദഗ്ധമായി ഈ മോഷണം നടന്നതെന്നാണ്. മൾട്ടി സിഗ്നേച്ചർ വാലറ്റുകൾ പൊതുവെ റീറ്റെയിൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രിപ്റ്റോ കറൻസി നിക്ഷേപകർക്കിടയിൽ ജനപ്രിയമായി തീർന്നു. കാരണം ഈ വാലറ്റുകൾ ഉയർന്ന തലത്തിലുള്ള സുരക്ഷയും ഇടപാടുകളും വാഗ്ദാനം ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒന്നിലധികം പൂട്ടുകളുള്ള ഒരു വാതിൽ പോലെയാണ് ഇതിൻ്റെ പ്രവർത്തനം. എന്നിരുന്നാലും അവ അപകട സാധ്യതകളില്ലാത്തവയല്ല. സ്വകാര്യ കീ ഡേറ്റ അപര്യാപ്തമായ പ്രോട്ടോക്കോളിലോ അല്ലെങ്കിൽ സ്വകാര്യ കീകൾ ശരിയായി സ്റ്റോറേജ് ചെയ്യുന്നതിലോ മൾട്ടി സിഗ്നേച്ചർ വാലറ്റുകളുടെ സുരക്ഷ വിട്ടുവീഴ്ച ചെയ്യപ്പെടാം. ഈ അവസരങ്ങളിൽ ഹാക്കർമാർക്ക് ഒന്നോ അതിലധികമോ സ്വകാര്യ കീകളിലേക്ക് ആക്സസ് നേടുകയാണെങ്കിൽ വസീറെക്സിൻ്റെ കാര്യത്തിൽ എന്ന പോലെ വാലറ്റിൻ്റെ ആക്സസ് നഷ്ടപ്പെടുന്നതിലും അല്ലെങ്കിൽ മൾട്ടി സിഗ്നേച്ചർ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന വാലറ്റുകളിലെ ഫണ്ടുകളുടെ പൂർണ്ണമായ നഷ്ടത്തിനും ഇടയാക്കും. വസീറെക്സിൻ്റെ പൊതുപ്രസ്താവനകൾ അനുസരിച്ച് ലിമിനലിൻ്റെ ഡിജിറ്റൽ അസറ്റ് കസ്റ്റഡിയും വാലറ്റ് ഇൻഫ്രാസ്ട്രക്ചറും ഉപയോഗിച്ച് ഹോട്ട് വാലറ്റ് കൈകാര്യം ചെയ്യുകയും ഒന്നിലധികം സിഗ്നേച്ചറുകൾ ഉപയോഗിച്ച് സുരക്ഷിതമാക്കുകയും ചെയ്തിരുന്നു എന്നാണ്. ഇതിനെ തുടർന്ന് വസീറെക്സും ലിമിനലും പരസ്പരം പഴിചാരിയിരുന്നു. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്നതിന് വ്യക്തമായ തെളിവുകളില്ലെങ്കിലും ഉത്തര കൊറിയൻ ഹാക്കർമാർ, പ്രത്യേകിച്ച് ലാസറസ് എന്നറിയപ്പെടുന്ന APT28 എന്ന പ്രശസ്ത ക്രിമിനൽ ഗ്രൂപ്പാണ് ഹാക്കിന് പിന്നിലെന്നാണ് ചില വിദഗ്ധർ അനുമാനിക്കുന്നത്. ലാസറസ് ഗ്രൂപ്പ് മുൻപ് ചരിത്രപരമായി സങ്കീർണമായ കവർച്ചകൾ നടത്തുകയും ദശലക്ഷക്കണക്കിന് ഡോളർ മോഷ്ടിക്കുകയും ചെയ്തിരുന്നു.
വസീറെക്സ് വാലറ്റിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ശേഷം ആക്രമണകാരി വാലറ്റിൽ നിന്നും മുഴുവൻ അസറ്റും ഊറ്റിയെടുത്തു എന്ന് പറയാം. ഇതിനേക്കാളെല്ലാം ആശങ്കകൾ മോഷ്ടിച്ച ഫണ്ടുകൾ ഹാക്കർമാർ എന്തിനായി വിനിയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഇത് റാൻസം വെയർ ആക്രമണങ്ങൾ, നിയമവിരുദ്ധമായ ചരക്കുകൾക്കും സേവനങ്ങൾക്കുമുള്ള ധനസഹായം, അല്ലെങ്കിൽ ലാസറസ് ഗ്രൂപ്പ് പോലുള്ള ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന കേസുകളിൽ കൂടുതൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം തുടങ്ങി മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും വരെ ഇവ ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക. എന്തുതന്നെയായാലും ഈ മോഷണം വിരൽ ചൂണ്ടുന്നത് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്ത ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലേക്ക് തന്നെയാണ്. നിക്ഷേപകർ ഇനി എന്തു ചെയ്യണം? നിലവിൽ സിംഗപ്പൂർ കോടതിയിലുള്ള ഈ കേസ് അടുത്തൊന്നും തീരില്ല എന്നാണ് മുൻകാല അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത്. 2014 മൗണ്ട് ഗോസ്കിൽ നിന്ന് സമാന സംഭവം ഉണ്ടായിരുന്നു. മൗണ്ട് ഗോസ്കിന്റെ വാലറ്റിൽ നിന്ന് ഏകദേശം $450 ദശലക്ഷം വിലമതിക്കുന്ന 8,50,000 ബിറ്റ്കോയിൻ നഷ്ടപ്പെട്ടിരുന്നു. ഇത് ഏത് ക്രിപ്റ്റോ കറൻസി കൈവശം വെച്ച ഉപഭോക്താക്കളെയും ബാധിച്ചു. മൗണ്ട് ഗോസ്ക് പാപ്പരായി. ഉപഭോക്താക്കൾക്ക് തിരിച്ചടവ് ആരംഭിക്കാൻ വർഷങ്ങളോളം നിയമപരമായ നടപടികൾ വേണ്ടിവന്നു. 2024 വരെ ഉപഭോക്താക്കൾക്ക് അവരുടെ യഥാർത്ഥ ഹോൾഡിംഗിന്റെ 20% വരെ മാത്രമാണ് ലഭിച്ചത്. വീണ്ടെടുക്കൽ എത്രത്തോളം സങ്കീർണവും മന്ദഗതിയിലുമുള്ളതാണെന്ന് ഈ കേസ് കാണിക്കുന്നു. 2024 സെപ്റ്റംബറിൽ സിംഗപ്പൂർ കോടതി ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആയ വസീറെക്സിന് വ്യവസ്ഥകളോടെ 4 മാസത്തെ സോപാധിക മൊറട്ടോറിയം അനുവദിച്ചു. ഈ മൊറട്ടോറിയം നിയമ നടപടികളിൽ നിന്ന് വസീറെക്സിന് താൽക്കാലിക ആശ്വാസം നൽകുന്നു. അതിനാൽ നിയമ നടപടികളെക്കുറിച്ച് ആകുലപ്പെടാതെ വസീറെക്സിന് അതിൻ്റെ ബിസിനസ് പുനഃക്രമീകരിക്കാൻ കഴിയും. കോടതി വസീറെക്സിന് വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ ഇവയാണ്: ഒരു കോടതി സത്യവാങ്മൂലം വഴി വാലറ്റ് വിലാസങ്ങൾ പരസ്യമാക്കുക, കോടതി മുറിയിൽ ഉന്നയിക്കുന്ന ഉപഭോക്താക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക, സാമ്പത്തിക വിവരങ്ങൾ പുറത്തുവിടുക, കോടതി അപേക്ഷകൾക്കായുള്ള ഭാവി വോട്ടിംഗ് സ്വതന്ത്ര കക്ഷികൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നുവെന്ന് ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. ഇന്ത്യയിൽ ക്രിപ്റ്റോ വ്യാപാരത്തിന് സർക്കാർ പൊതുവെ പ്രോത്സാഹനം കൊടുത്തിട്ടില്ല എന്നതാണ് വസ്തുത. ഇതിന് അടിവരയിടുന്നതാണ് ക്രിപ്റ്റോയിൽ നിന്നുള്ള വരുമാനത്തിന് 30% നികുതി ഏർപ്പെടുത്തിയത്. എന്നിരുന്നാലും ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ്, ഇന്റലിജൻസ് ബ്യൂറോ, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നിവിടങ്ങളിൽ നിന്നുള്ള 8 മുതൽ 10 വരെ ഉദ്യോഗസ്ഥർ ഈ സംഭവങ്ങൾക്ക് ശേഷം ഏതാനും ആഴ്ചകളായി വസീറെക്സിന്റെ സ്ഥാപകരുമായി കൂടിക്കാഴ്ചകൾ നടത്തിയതായും അന്വേഷണം നടക്കുന്നതായും മണി കൺട്രോൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ വസീറെക്സ് ഇന്ത്യൻ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. കൂടാതെ സെർവർ, ലാപ്ടോപ്പ് ലോഗുകൾ, ഇടപാട് നടന്ന വഴികൾ, ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് ചെയിൻ വിലാസങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിന്റെ ഉടമസ്ഥാവകാശം ബിനാൻസ് നിരസിച്ചതും റീറ്റെയിൽ നിക്ഷേപകരിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു എന്നും റിപ്പോർട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ദയവായി സുതാര്യതയില്ലാത്ത നിക്ഷേപ മാർഗങ്ങളിൽ പണം നിക്ഷേപിക്കാതിരിക്കുക. കാരണം നിക്ഷേപിക്കുന്ന 90% പേർക്കും അറിയില്ല ക്രിപ്റ്റോ പ്രവർത്തനങ്ങൾ എന്താണെന്നും എങ്ങനെയാണെന്നും. മറ്റൊന്ന്, ഈ എക്സ്ചേഞ്ചുകൾ നിയന്ത്രിക്കപ്പെടുന്നത് ഇന്ത്യയിലല്ല. അഥവാ പലരും പറയുന്നത് കേട്ട് നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ സമ്പാദ്യത്തിന്റെ വെറും 1-2% കൂടുതൽ നിക്ഷേപിക്കാതിരിക്കുക. വസീറെക്സ് പോലുള്ള ഏത് എക്സ്ചേഞ്ചുകളും അവരുടെ യൂസർ എഗ്രിമെന്റിൽ വിശദമായി ഇത്തരം നഷ്ടങ്ങൾക്ക് അവർ ബാധ്യസ്ഥരല്ല എന്നുകൂടി കാണിച്ചിട്ടുണ്ട് എന്നോർക്കുക. ഇതെല്ലാം വായിച്ചാണ് നിക്ഷേപകർ സിഗ്നേച്ചർ ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്നും ഓർക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.